ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. തത്വബോധം നമുക്ക് തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഭാഗം അഥ ചതുർവിംശതി തത്വോൽപത്തി പ്രകാരം വക്ഷ്യാമഹ എന്ന് നമ്മൾ നേരത്തെ നോക്കിയ ഭാഗത്തിനെ കുറിച്ചാണ്. അഥ ചതുർവിംശതി തത്വോൽപത്തി പ്രകാരം വക്ഷ്യാമഹ ബ്രഹ്മാശ്രയ സത്വരജസ്തമോ ഗുണാത്മിക മായ അസ്തി. അതിലെ രണ്ടാമത്തെ ഭാഗമായ ബ്രഹ്മാശ്രയ സത്വരജസ്തമോ ഗുണാത്മിക മായ അസ്തി എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് നോക്കി. ഇനി നമ്മൾ അടുത്ത സൃഷ്ടിപ്രകാരത്തിലേക്കാണ് പോകുന്നത്. അപ്പോ സൃഷ്ടികർത്ത, സൃഷ്ടി കാരണം, ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി നോക്കുക. സൃഷ്ടികർത്ത, സൃഷ്ടിക്കാരണം. അതെന്താണ് പറഞ്ഞത്? ആരാണ് സൃഷ്ടികർത്ത? നമ്മൾ നേരത്തെ പറഞ്ഞു. സൃഷ്ടിക്കാരണവും പറഞ്ഞു. ഇനി ബ്രഹ്മവും മായയും തമ്മിലുള്ള ചേർച്ച എന്താണ്? എന്താണ് ബ്രഹ്മവും മായയും തമ്മിലുള്ള ചേർച്ച? ബ്രഹ്മവും അനാദി, മായയും അനാദി. ബ്രഹ്മം മായയെ വെളിവാക്കുന്ന അവസ്ഥയില് ഈശ്വരൻ എന്ന് പറയപ്പെടും. ബ്രഹ്മത്തിന്റെ പക്കലുള്ള മായ വികാരപ്പെട്ട്, അതായത് മാറ്റം സ്വീകരിച്ച് പ്രപഞ്ചമായി മാറാൻ പോകുന്നു. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മായയുടെ ഒരു ചെറിയ അംശം, വളരെ 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 ചെറിയ ഒരു അംശം മാത്രമാണ് മാറ്റത്തിന് വിധേയമാകുന്നത്. അതെങ്ങനെയാണ് എന്ന് നമുക്കിനി നോക്കാം. സൃഷ്ടി വിചാരത്തിന് 4 സ്റ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത്. സൃഷ്ടി വിചാരത്തിന് 4 സ്റ്റേജുകളായിട്ടാണ് ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ നമുക്കത് പറഞ്ഞു തരുന്നത്. കാരണനില, മായ ബ്രഹ്മത്തെ ചേർന്നിരിക്കുന്നു, പ്രത്യേകിച്ച് പ്രവൃത്തികളൊന്നും തുടങ്ങിയിട്ടില്ല, ബ്രഹ്മത്തിൽ അന്തർലീനമായിട്ടിരിക്കുന്നു. അതാണ് ആദ്യത്തെ സ്റ്റേജ്. പിന്നെ പഞ്ചഭൂത സൂക്ഷ്മ സൃഷ്ടി, പഞ്ചഭൂത സൂക്ഷ്മ സൃഷ്ടി, അതായത് പഞ്ചസൂക്ഷ്മഭൂത സൃഷ്ടി എന്നും പറയാം. പിന്നെ പഞ്ചസ്ഥൂലഭൂതങ്ങളെ ആണ് പിന്നീട് വരുന്നത്. അപ്പൊ നമുക്കറിയാം ഇല്ലേ, പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് സ്ഥൂലമായിട്ടുള്ളത്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ ആ വരവൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്നത്. ശാസ്ത്രം പറയുന്നു, സ്ഥൂല ആയിട്ടുള്ളതെല്ലാം സൂക്ഷ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സൂക്ഷ്മത്തിൽ നിന്നേ സ്ഥൂലം ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോ സൂക്ഷ്മമായത് ഉണ്ടായിരിക്കണം ഉറപ്പായിട്ടും. അപ്പൊ ഏത് സൃഷ്ടിയുടെയും കാരണം സൂക്ഷ്മത്തിൽ നിന്ന്. അപ്പോ സൂക്ഷ്മം ഉണ്ടായ ശേഷമേ സ്ഥൂലം ഉണ്ടാവുകയുള്ളൂ. അതാണ് ഒരു ഓർഡർ. സ്ഥൂലം ഉണ്ടാവണമെങ്കിൽ സൂക്ഷ്മം ഉണ്ടായിരിക്കണം. സൂക്ഷ്മത്തിൽ നിന്നേ സ്ഥൂലം ഉണ്ടാവുകയുള്ളൂ. അപ്പോ സൂക്ഷ്മ ശരീരങ്ങൾ ഉണ്ടായി എന്ന് പറയാം അല്ലെ? സൂക്ഷ്മ ശരീരങ്ങൾ ഉണ്ടായി. എങ്ങനെയാണത്? സൂക്ഷ്മ ഘടകത്തിൽ നിന്നേ സൂക്ഷ്മ ശരീരങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം സൂക്ഷ്മമായിട്ട് തത്വം വേണം, അതിൽ നിന്നാണ് സൂക്ഷ്മ ശരീരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് സൂക്ഷ്മ ശരീരം? 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, പഞ്ചപ്രാണൻ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, പഞ്ചപ്രാണൻ, മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇതെല്ലാം കൂടിയതാണ് സൂക്ഷ്മ ശരീരം. അപ്പോ ഇതൊന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതല്ല. ഈ പറഞ്ഞതൊന്നും ജ്ഞാനേന്ദ്രിയം, നമ്മൾ ഉദ്ദേശിക്കുന്ന ജ്ഞാനേന്ദ്രിയം കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. കർമ്മേന്ദ്രിയം, ഇപ്പൊ കൈ കാണുന്നു, അത് ഗോളകമാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇന്ദ്രിയം നമുക്ക് കാണാൻ പറ്റില്ല. പഞ്ചപ്രാണനെ കാണാൻ പറ്റില്ല.
മനസ്സിനെ കാണാൻ പറ്റില്ല, ബുദ്ധിയെ കാണാൻ പറ്റില്ല, ചിത്തത്തെ കാണാൻ പറ്റില്ല, അഹങ്കാരത്തെ കാണാൻ പറ്റില്ല. കണ്ണുകൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതൊന്നുമല്ല ഈ സൂക്ഷ്മ ശരീരം. ഇത് വളരെ സൂക്ഷ്മമാണ്, സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണ്. അതേസമയം എനർജിയാണ്, ശക്തിയാണ്. ഇതെല്ലാം ഒരു തരം ശക്തികളാണ്. കേൾവി ശക്തി, കാഴ്ച ശക്തി, ഘ്രാണശക്തി, സ്പർശന ശക്തി, ശ്വസിക്കുന്ന ശക്തി, ഇതെല്ലാം ശക്തികളാണ്. അപ്പൊ പഞ്ചപ്രാണൻ എങ്ങനെയാ? ശരീരത്തെ നിലനിർത്തുന്നു, രക്തചംക്രമണം ചെയ്യുന്നു, ശരീരത്തിലെ അപാനനായി പ്രവർത്തിക്കുന്നു, പുറത്തോട്ട് തള്ളുന്നു വേണ്ടാത്തതിന്. ഇതിനൊക്കെ ഈ വായുവായിട്ട്. ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ കാര്യമാണിത് പറഞ്ഞത്. ഇനി ഈ പുറത്തുള്ള ഇന്ദ്രിയങ്ങളെ നമ്മൾ കാണുമ്പോൾ നമുക്കിതിന്റെ ശക്തി പറയാൻ പറ്റില്ല. അപ്പൊ കണ്ണ് ഒരാൾക്കുണ്ട്, നമുക്ക് പറയാൻ പറ്റുമോ അയാൾക്ക് കാണുമോ കാണില്ലോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ചെവി ഒരാൾക്കുണ്ട്, അയാൾ ചെവി കേൾക്കുന്ന ആളാണോ അല്ലയോ എന്ന് നമുക്ക്, ചെവി ഉള്ളത് കൊണ്ട് അയാൾ എന്തായാലും കേൾക്കും എന്ന് പറയാൻ പറ്റില്ല. കണ്ണുണ്ട്, അതുകൊണ്ട് കാണും ഉറപ്പാണ് എന്ന് പറയാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങൾ പുറത്ത് കണ്ടാലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതിനകത്ത് ആ ശക്തി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ടാണ് അത് സൂക്ഷ്മം തന്നെ എന്ന് പറയുന്നത്. പുറത്തേക്ക് കാണുന്ന ആ സ്ഥൂലമായിട്ടുള്ളതല്ല. ഇന്ദ്രിയങ്ങൾ അകത്താണ്, പുറത്ത് കാണുന്നത് ഗോളകം എന്ന് പറയും. മൂന്നാമതായിട്ട് സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ എങ്ങനെയുണ്ടായി? സ്ഥൂല പഞ്ചഭൂതങ്ങളായി മാറും. സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ, ഇതിന്റെ പഞ്ചഭൂതങ്ങൾക്ക് സൂക്ഷ്മ അവസ്ഥയുണ്ട്. ആ സൂക്ഷ്മ അവസ്ഥയിൽ നിന്ന് അവ സ്ഥൂല പഞ്ചഭൂതങ്ങളായിട്ട് മാറും. അതായത് നാം അനുഭവിക്കുന്ന ലോകം, സ്ഥൂലമായിട്ടുള്ള ലോകം, സ്ഥൂല ലോകം, നമ്മളെ കാണുന്നതെല്ലാം അത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നേ? സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്ന് സ്ഥൂല പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. നാലാമതായിട്ട് സ്ഥൂല പഞ്ചഭൂതങ്ങള് സ്ഥൂല ശരീരമായിട്ട് മാറും. സ്ഥൂല പഞ്ചഭൂതങ്ങൾ എന്താണ്? സ്ഥൂല പഞ്ചഭൂതം ആകാശം നമ്മൾ കാണുന്നുണ്ട്, വായു നമുക്കറിയാം, അഗ്നി അറിയാം, ജലം അറിയാം, ഭൂമി അറിയാം. ഇതാണ് സ്ഥൂലമായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ. ഇത് സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഈ സ്ഥൂല പഞ്ചഭൂതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ സ്ഥൂല പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് എല്ലാ ശരീരങ്ങളും ഉണ്ടായിരിക്കുന്നത്. സകലമായ ശരീരങ്ങളും, എല്ലാ ശരീരവും, നമ്മുടേത് മാത്രമല്ല സകല ശരീരങ്ങളും ഇതിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 4 സ്റ്റേജിനെയും കൂടെ ചേർത്തിട്ട്, ഇപ്പൊ 4 സ്റ്റേജ് നമ്മൾ പറയുന്നു. എന്തൊക്കെയാണ്? സൂക്ഷ്മങ്ങൾ ഉണ്ടായി, സൂക്ഷ്മ ശരീരങ്ങൾ ഉണ്ടായി സൂക്ഷ്മ ഘടകങ്ങളിൽ നിന്ന്, പിന്നെ സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ സ്ഥൂല പഞ്ചഭൂതങ്ങളായി, സ്ഥൂല പഞ്ചഭൂതങ്ങൾ സ്ഥൂല ശരീരങ്ങളായി. ഈ 4നെയും ചേർത്ത് ആചാര്യന്മാര് 24 തത്വങ്ങളോട് കൂടിയ സൃഷ്ടി എന്ന് പറയും. നമ്മൾ വിശദമായിട്ട് നോക്കും, അപ്പൊ മനസ്സിലാവും. ഈ 24 തത്വങ്ങളോട് കൂടിയതാണ് പ്രപഞ്ച സൃഷ്ടി. ഇതൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ സൃഷ്ടിയുടെ തത്വം നന്നായിട്ട് മനസ്സിലാകുമ്പോൾ എന്താണ് ആത്മാ, എന്താണ് ജീവൻ, എന്താണ് പരബ്രഹ്മം, എന്താണ് ഈശ്വരൻ, ഇതൊക്കെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ചതുർവിംശതി തത്വ ഉൽപ്പത്തി പ്രകാരം വക്ഷ്യാമഹ എന്ന് പറഞ്ഞു. 24 തത്വങ്ങളോട് കൂടിയുള്ള ഉൽപ്പത്തി പ്രകാരം, ആ സൃഷ്ടി പ്രകാരത്തെ വക്ഷ്യാമഹ പറയാൻ പോകുന്നു, പറഞ്ഞു തരുന്നു. എന്താണ്? 5 ഭൂതങ്ങൾ. അവ സ്ഥൂലമുണ്ട്, സൂക്ഷ്മമുണ്ട്, പിന്നെ 19 + 19, 5 ഭൂതങ്ങൾ + 19. അപ്പോ സൂക്ഷ്മ ശരീര സൃഷ്ടിയെയാണ് ഇനി പറയാൻ പോകുന്നത്. 5 ഭൂതങ്ങൾ + 19 = 24. അതാണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത്. സൂക്ഷ്മ ശരീര സൃഷ്ടിയെ പറയാൻ പോകും. അതിന് കാര്യകാരണ വിചാരം ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റും. അപ്പൊ കാര്യകാരണ വിചാരം,
നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാക്കണമെങ്കിൽ ഒരു റോ മെറ്റീരിയൽ വേണം, ബേസിക് റോ മെറ്റീരിയൽസ് വേണം അല്ലെ? അതിൽ നിന്ന് മാത്രമേ വേറെ ഒരു പ്രോഡക്റ്റിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അടിസ്ഥാനമായിട്ടുള്ള ഒരു വസ്തു വേണം, അതിൽ നിന്നാണ് വേറെ പുതിയ വസ്തുക്കളെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ റോ മെറ്റീരിയൽസിനെ റീഫൈൻ ചെയ്തിട്ടാണ് പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. റോ ആയിട്ട് തന്നെ ഇരിക്കില്ല, നമുക്ക് കിട്ടുന്ന പദാർത്ഥത്തെ പിന്നീട് കൂടുതൽ റിഫൈൻ ചെയ്യുമ്പോഴാണ്, കൂടുതൽ പരിണാമങ്ങൾക്ക് വിധേയമാക്കുമ്പോഴാണ് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നത്, പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മള് ഒരു കാറ്, ആ കാറിനെ ഡിസ്മാൻഡിൽ ചെയ്യുക, മൊത്തം പല പാർട്സ് ആക്കുക. സ്റ്റിയറിംഗ് വേറെ, ഡോർ വേറെ, എഞ്ചിൻ വേറെ, മൊത്തം ടയറുകൾ വേറെ, എല്ലാം അങ്ങനെ ഓരോരോ പാർട്ടായിട്ട് മാറ്റി കഴിഞ്ഞിട്ട് കാർ എവിടെ എന്ന് ചോദിച്ചാൽ നമുക്കൊരു സിംഗിൾ ഐറ്റത്തെ കാർ എന്ന് പറയാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോഴേ നമുക്ക് കാറ് എന്ന് പറയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. പാർട്ടായിട്ട് തിരിച്ചു പലതാക്കി ഇട്ട് കഴിയുമ്പോൾ പറ്റില്ല. എല്ലാത്തിനെയും കൂടെ ഒന്നിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിന്റെ പേര് കൊടുക്കാൻ പറ്റും. അതും വേണ്ട പോലെ ചേർത്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാർ എന്ന് പറയുമോ? പറയില്ല. ആ പിരിച്ചിട്ട സാധനങ്ങളെല്ലാം ഡിസ്മാൻഡിൽ ചെയ്തതിനെല്ലാം വീണ്ടും പഴയ പോലെ അതേ രൂപത്തിലാക്കി കഴിയുമ്പോൾ കാർ എന്ന് പറയാം. അപ്പൊ ഉപാദാന കാരണം എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇതിൽ നിന്ന കാർ ഉണ്ടാകുന്നത് ആ റോ മെറ്റീരിയൽസിൽ നിന്നാണ് കാർ ഉണ്ടാകുന്നത്. ഉപാദാന കാരണം റോ മെറ്റീരിയൽസ് ആണ്. അതിനോട് ഒരു പുതിയ ഫോം, ഒരു പുതിയ രൂപം കൊടുത്തിട്ടാണ് പുതിയ പേര് അതിന് വരുന്നത് അല്ലെ? ആ കാറിന്റെ പാർട്സുകളൊക്കെ പലതാണ്, അതെല്ലാം കൂട്ടി വെച്ച് ഒരു രൂപം ഉണ്ടാക്കുമ്പോൾ അതിന് പല പല കാറുകളുടെ പല പല പേരുകൾ വരുന്നു. ആ പുതിയ പ്രോഡക്ട്സ്. പിന്നെന്താണ്? പുതിയ കർമ്മവും കൊടുക്കുന്നു ആ പ്രോഡക്റ്റിന്. ഒരു കർമ്മം കൊടുക്കില്ലേ? കാറിന് എന്താണ് കർമ്മം? കാറ് ഓടിക്കുക, അതിന് എഞ്ചിൻ പെട്രോൾ ഒഴിച്ച് അതിന്റെ ഇഗ്നീഷൻ നടക്കുമ്പോൾ അത് ഓടും. അങ്ങനെ ഏത് കാര്യത്തിനും ഒരു കർമ്മവും കൂടെ അതിന്റെ കൂട്ടത്തിൽ വരും. ഏത് കാര്യത്തിനും ഏത് പ്രോഡക്റ്റിനും ഒരു കർമ്മം, അതിനെ കൊണ്ടൊരു കർമ്മവും കൂടെ അതിനകത്ത് ചേർക്കപ്പെടും. ഇപ്പൊ കളിമണ്ണില് എന്ത് ചേർത്തപ്പോഴാണ് അതൊരു പാത്രമായി മാറിയത്? അതിന് രൂപവും നാമവും ചേർത്തപ്പോൾ പുതിയ ഉപയോഗം അല്ലെ? കൂജ എന്ന് പറഞ്ഞപ്പോ കൂജയുടെ ഒരു രൂപവും പൂജ എന്ന നാമവും ചേർത്തപ്പോൾ അതിനൊരു ഉപയോഗം വന്നു. ചട്ടി എന്ന് പറയുമ്പോൾ അതിനൊരു രൂപവും അതിനൊരു നാമവും കൊടുത്തപ്പോ അതിനൊരു ഉപയോഗം. പൂജയുടെ ഉപയോഗമാണോ ചട്ടിക്ക്? അല്ല. ഇനി ഗ്ലാസ് ഉണ്ടാക്കി, അപ്പൊ അതിന് ഒരു നാമവും ഒരു രൂപവും കൊടുത്തു. കലം നാമവും രൂപവും കൊടുത്തു. വലിയൊരു പാത്രം, അതിന് നാമവും രൂപവും കൊടുത്തു. അതിന്റെ ഒക്കെ കൂടെ ഒരു കർമ്മവും കൂടെ ഉണ്ട്. ചിന്തിച്ചു നോക്കണം. ഈ സമയത്ത് ഓരോ നാമരൂപങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കർമ്മവും കൂടെ വരുന്നുണ്ട്. അപ്പോ ആ കളിമണ്ണിന് എന്തൊക്കെ ഉണ്ടായി? നാമവും രൂപവും ഒരു കർമ്മവും കൂടെ വന്നു. അപ്പോ കാരണം പ്ലസ് നാമരൂപം ഇസ് ഈക്വൽ ടു കാര്യം. കാരണം കളിമണ്ണ്, നാമരൂപം പാത്രം, അതിന്റെ പേരും അതിന്റെ രൂപവും ഈസ് ഈക്വൽ ടു കാര്യമായ ആ പാത്രം. ഈ നാമരൂപത്തിന് വേറെ ഒരു പേര്, അതിന്റെ ഗുണം എന്നൊരു പേരുണ്ട്. ഈ നാമരൂപത്തിന് ഒരു പേര് കൂടെ കൊടുക്കുന്നു, ഗുണം. ഗുണം ചേർത്താൽ എന്തായി? അപ്പോഴാണ് ആ പ്രോഡക്റ്റ് ശരിയായത്. അതിനൊരു ഗുണം കൂടെ വന്നാലേ ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആവും. അതിന്റെ ആ കർമ്മവും കൂടെ ചേർത്ത് അതിന്റെ ഒരു ഗുണവും കൂടെ ചേർക്കുമ്പോൾ അതിന് ഒരു പ്രോഡക്റ്റായി, ഒരു ഉപയോഗമായി. അപ്പൊ മരം കൊണ്ട് പല പല ഫർണിച്ചറുകൾ ഉണ്ടാക്കാം, ലോഹങ്ങൾ കൊണ്ട് പല പല സാധനങ്ങൾ ഉണ്ടാക്കും. എല്ലാത്തിനും എന്താണ്? നാമരൂപം പ്ലസ് ഒരു ഫങ്ഷൻ, ഒരു കർമ്മം, അതുകൂടെ ഒരു ഗുണം, അതുകൂടെ ചേർത്താലേ അത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോ ഇപ്പൊ നാം നോക്കുന്നത് ആരാണ്? മായയെ കുറിച്ച് നോക്കും. മായ, നേരത്തെ പറഞ്ഞ ബ്രഹ്മാശ്രയ മായ. മായയിൽ നിന്ന് പുതിയ പ്രോഡക്റ്റ്, മായ റോ മെറ്റീരിയൽ, മായയിൽ നിന്ന് പുതിയ പ്രോഡക്റ്റ് എന്താണത്? ലോകം.
അപ്പൊ മായയിൽ നിന്ന് ഒരു പുതിയ പ്രോഡക്റ്റ് വരണം, ലോകം എന്നൊരു പ്രോഡക്റ്റ് വരണം. അപ്പൊ മായ അങ്ങനെ വെറുതെ എങ്ങനെ ഇരുന്നാൽ മതിയോ? പോരാ. അപ്പോ എന്താണ്? വെറുതെ ഇരുന്നാൽ എന്തുണ്ടാവും? വെറുതെ ഇരുന്ന മായ മാത്രം ബ്രഹ്മാശ്രയമായ, ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു മായ മാത്രമായിട്ടിരിക്കും. അത് പോരാ, അതിൽ നിന്ന് പ്രോഡക്ട്സ് ഉണ്ടാവണം. അതായത് ലോകം വരണം, പ്രപഞ്ചം വരണം. അപ്പൊ ഈ പ്രപഞ്ചം വരണമെങ്കിൽ നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? കളിമണ്ണ് വെറുതെ ഇരിക്കുമ്പോ അതിന് വെറുതെ കളിമണ്ണെന്ന് പറയാൻ പറ്റില്ല. പാത്രമെന്നോ അങ്ങനെ എന്തെങ്കിലും പേരുകളോ ഒന്നും പറയാൻ പറ്റില്ല. അതിനൊരു പ്രോഡക്റ്റ് ആയിട്ടും എടുക്കാൻ പറ്റില്ല. അതിന്റെ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഭാഗം. ആ കളിമണ്ണിന്റെ കൂടെയോ അല്ലെങ്കിൽ സ്വർണത്തിന്റെ വെറുതെ ഇരിക്കുന്ന ഒരു സ്വർണ്ണക്കട്ടിയുടെ കൂടെയോ ഒരു നാമവും ഒരു രൂപവും, ആദ്യമാണ് ഈ രൂപം പറയും, ഒരു രൂപവും ഒരു നാമവും ചേർക്കുമ്പോൾ അതൊരു പുതിയ പ്രോഡക്റ്റ് ആകുന്നു. ആ പ്രോഡക്റ്റ് പൂർണ്ണമാകണമെങ്കിൽ അതിനൊരു കർമ്മവും കൂടെ ഒരു ഗുണവും കൂടെ അതിൻ്റെ കൂടെ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കളിമണ്ണ് പോലെ സ്വർണം പോലെ മായ എന്ന ഒരു വസ്തു ഇരിക്കുന്നു. കളിമണ്ണ് ഇരിക്കുന്നു, കളിമണ്ണിൽ നിന്ന് പ്രോഡക്ട്സ് ഉണ്ടാകുന്നു. സ്വർണം ഇരിക്കുന്നു, സ്വർണത്തിൽ നിന്ന് പ്രോഡക്ട്സ് ഉണ്ടാകുന്നു. നാമരൂപങ്ങളും ഗുണവും കൂടെ കൂടി മായ ഇരിക്കുന്നു, മായയിൽ നിന്ന് പ്രോഡക്ട്സ് ഉണ്ടാകുന്നു. ആ പ്രോഡക്ട്സിന്റെ പേരാണ് പ്രപഞ്ചം, പ്രപഞ്ചത്തിൻ്റെതായ ഗുണങ്ങളോട് കൂടി. അപ്പോ നേരത്തെ നാമവും രൂപവും മാത്രം കൊടുത്താൽ പോരാ, അതിന്റെ പൂർണ്ണതയ്ക്ക് എന്ത് കൊടുക്കണം? ഗുണവും കൂടെ കൊടുക്കണം എന്ന് പഠിച്ചു നമ്മൾ, ഇല്ലേ? നെക്ലസ് അതിന്റെ ഗുണം, പിന്നെ കമ്മലാണെങ്കിൽ അതിന്റെ ഗുണം, റിംഗ് ആണെങ്കിൽ അതിന്റെ ഗുണം, വളയാണെങ്കിൽ അതിന്റെ ഗുണം, സ്വർണത്തിന്റെ നാമത്തിന്റെ രൂപത്തിന്റെയും കൂടെ ഒരു ഗുണവും കൂടെ. അതുപോലെ മായയുടെ കൂടെ ലോകം വരണമെങ്കിൽ എന്ത് ചേർക്കണം? ഒരു ഗുണം ചേർക്കണം. അപ്പോ ആദ്യം മായയോട് എന്ത് ചേർത്തു എന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. മായയോട് എന്ത് ചേർത്തു, അങ്ങനെ എന്ത് ചേർത്തിട്ട് എന്ത് ആദ്യം ഉണ്ടായി? മായ ഇരിക്കുന്നു, മായയോട് എന്ത് ചേർത്ത്, എന്ത് ഗുണം ചേർത്ത് ആദ്യം എന്ത് ഉണ്ടായി? മരം, ഒരു മരത്തടിയുണ്ട്. ആ മരത്തടിയെ പല ടൈപ്പില് മുറിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തിട്ട് മരം ഉള്ളതിനെല്ലാം പല സൈസാക്കിയിട്ട് അതിനെ പലതല രൂപത്തിൽ വെച്ച് മാറ്റിയിട്ട് അസംബിൾ ചെയ്യുമ്പോൾ പല പ്രോഡക്ട്സ് ഉണ്ടാവും, അല്ലെ? മരക്കഷ്ണങ്ങൾ കൊണ്ട് അസംബിൾ ചെയ്യുമ്പോഴാണ് മേശയാകുന്നതും കസേരയാകുന്നതും ബെഞ്ചാകുന്നതും എല്ലാം. പലതരത്തിൽ അസംബിൾ ചെയ്യുമ്പോൾ പല പ്രോഡക്റ്റും ഉണ്ടാവും. അതാണ് ഒരു രൂപം പ്ലസ് ക്വാളിറ്റി, അതായത് ഒരു ഗുണം വേണം എന്ന് പറയുന്നത്. ഒരു രൂപവും അതിൻ്റെ ഗുണവും, ഇല്ലേ? കസേര ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഗുണം ഇരിക്കാനുള്ളതാണ്. മേശ എന്ന് പറയുമ്പോൾ വെച്ചെഴുതാനുള്ള ഒരു സ്ഥലം. ബെഞ്ച് എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് ഇരിക്കാനുള്ളതാണ്. ഇങ്ങനെ ഒരു രൂപം, കസേര, മേശ, ബെഞ്ച് എന്ന ഓരോ ഗുണവും ഓരോ രൂപവും അതിന് ഓരോ ഗുണവും പ്രത്യേകം കൽപ്പിക്കുന്നു. ഇങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും നടക്കുന്നത് എന്നാണ് ഇനിയിപ്പോ നമുക്ക് വിശദമാക്കി തരാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു എന്താ പറയാ, നേരത്തെ പറഞ്ഞ ഒരു പ്രോസ് ഉണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. തതഃ ആകാശസംഭൂതഃ, തതഃ ആകാശസംഭൂതഃ, ആകാശാത് വായുഃ, ആകാശാത് വായുഃ, വായോസ്തേജഃ, വായോസ്തേജഃ, തേജസ ആപഃ, തേജസ ആപഃ, അദ്ഭ്യ പൃഥിവി, അദ്ഭ്യ പൃഥിവി. ഏതേഷാം പഞ്ചതത്വാനാം മധ്യേ ആകാശസ്യ സാത്വികംശാത്
ശ്രോത്രേന്ദ്രിയം സംഭൂതം. ഇവിടെ നിന്നിട്ടാണ് തുടങ്ങുന്നത്. ഏതേഷാം പഞ്ചതത്വാനാം മധ്യേ ആകാശസ്യ സാത്വികംശാത് ശ്രോത്രേന്ദ്രിയം സംഭൂതം. വായോഃ സ്വാത്വികംശാത് ത്വഗിന്ദ്രിയം സംഭൂതം. രണ്ടാമത്തേതാണ് വായോഃ. വായോഃ സാത്വികംശാത് ത്വഗിന്ദ്രിയം സംഭൂതം. അഗ്നേഃ സ്വാത്വികംശാത് ചക്ഷുരിന്ദ്രിയം സംഭൂതം. അഗ്നേഃ സാത്വികംശാത് ചക്ഷുരിന്ദ്രിയം സംഭൂതം. ജലസ്യ സാത്വികംശാത് രസനേന്ദ്രിയം സംഭൂതം. ജലസ്യ സാത്വികംശാത് രസനേന്ദ്രിയം സംഭൂതം. പൃഥിവ്യാഃ സ്വാത്വികംശാത് ഘ്രാണേന്ദ്രിയം സംഭൂതം. പൃഥിവ്യാഃ സ്വാത്വികംശാത് ഘ്രാണേന്ദ്രിയം സംഭൂതം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് അതിന്റെ വഴിയിൽ കൂടെ സഞ്ചരിക്കാം. ഇപ്പോൾ നമ്മുടെ അടുത്ത് എന്തുണ്ട്? മായ മാത്രം. നമ്മുടെ അടുത്ത് മായ. മായയോട് എന്തിനെയോ ചേർത്തു. അപ്പോ ഫസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. അപ്പൊ മായയോട് എന്തിനെ ചേർക്കണമെന്ന് നോക്കാം. ശബ്ദം എന്ന ഗുണത്തെ ചേർക്കുന്നു. മായയോട് ശബ്ദം എന്ന ഗുണത്തെ ചേർക്കുന്നു. നേരത്തെ പറഞ്ഞു ഓരോ ഗുണങ്ങൾ ചെല്ലുമ്പോഴാണ് ഓരോ പ്രോഡക്റ്റ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഇപ്പോ മായയോട് ശബ്ദം എന്ന ഗുണത്തെ ചേർക്കുന്നു. മായ പ്ലസ് ശബ്ദം. അപ്പൊ എന്തുണ്ടായി? ആകാശം. മായ പ്ലസ് ശബ്ദം ഈസ് ഈക്വൽ ടു ആകാശം. അതാണ് ഇവിടെ ആകാശ സംഭൂത എന്ന് പറഞ്ഞത്. മായ പ്ലസ് ശബ്ദം ഈസ് ഈക്വൽ ടു ആകാശം. ഇപ്പോ മരക്കട്ട, ഒരു മരക്കട്ട, അതിന്റെ കൂടെ ഒരു ഫോം, അതെന്താണ്? ഒരു ചെയർ. അതുപോലെ മായ പ്ലസ് ശബ്ദം ആകാശം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു വസ്തു ഉണ്ടായി. ഇനിയോ അപ്പോ ഇവിടെ തതഹ, തത ആകാശ സംഭൂത എന്നാണ് പറഞ്ഞത്. തത എന്ന് പറഞ്ഞാൽ മായയോട് ശബ്ദം ചേർത്തപ്പോൾ എന്നാണ് തത എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനോടുകൂടി ചേർത്തപ്പോൾ. അപ്പോൾ സൂക്ഷ്മമായ ആകാശം എന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ മായയോട് ശബ്ദം ചേർക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥൂലമായ ആകാശമല്ല. അതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ആദ്യം ഒരു സൂക്ഷ്മതത്വമാണ് ഉണ്ടാകുന്നത്. സൂക്ഷ്മമായത്, അത് കണ്ണിന് കാണാൻ പറ്റുന്നതല്ല. അപ്പോ ഈ ആകാശം സൂക്ഷ്മ അവസ്ഥയിൽ ആദ്യം ഉണ്ടായി. ഇപ്പൊ നമ്മൾ കാണുന്നതല്ല, സൂക്ഷ്മമായിട്ടുള്ള ഒരവസ്ഥയില് മായയോട് ശബ്ദം ചേർന്നപ്പോൾ ആകാശം എന്ന സൂക്ഷ്മമുണ്ടായി. ആകാശത്തില് എന്തെല്ലാം ഗുണമുണ്ട്? ഇവിടെ മനസ്സിലാക്കേണ്ടത് മായ ആകാശത്തെ സൃഷ്ടിച്ചു എന്നല്ല, മായയുടെ പരിണാമമായിട്ടാണ് എടുക്കേണ്ടത്. വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഭാഗമാണ്. മായ ആകാശത്തെ സൃഷ്ടിക്കലല്ല, മായ പരിണമിച്ചു, ആകാശമായി പരിണമിക്കുന്നു. ശബ്ദമെന്ന ഗുണത്തെ സ്വീകരിച്ചുകൊണ്ട് സത്വരജതമോ ഗുണത്തിലെ സത്വത്തിന്റെ അംശമായ ആ ശബ്ദത്തെ സ്വീകരിച്ചുകൊണ്ട് എന്തുണ്ടാവുന്നു? ആകാശം ഉണ്ടാവും. ശബ്ദം എന്ന ഗുണത്തെ സ്വീകരിച്ചുകൊണ്ട്. ആകാശത്തിൽ എന്തെല്ലാം ഗുണമുണ്ട്? മായ ആകാശത്തെ സൃഷ്ടിച്ചു എന്നല്ല, മായയുടെ പരിണാമം ആകാശമായിട്ട്, അതായത് ഒരു ഗുണം ശബ്ദം എന്ന ഗുണത്തെ ചേർത്ത് ആകാശമായി പരിണമിച്ചു മായ. ഈ ആകാശത്തിൽ ഇപ്പോ എന്തെല്ലാം ഗുണങ്ങളുണ്ട്? മായ ഒരു ഗുണത്തെ എടുത്ത് ആകാശമായി പരിണമിച്ചു. അപ്പോൾ ഈ ആകാശത്തിൽ എന്ത് ഗുണമുണ്ട്? ശബ്ദം. പിന്നെയോ ശബ്ദവും മായയിലുള്ള സത്വരജതമോ ഗുണങ്ങളും ഉണ്ട്. ഓർത്തോണം, മായയിൽ എന്തുണ്ടെന്നാ പറഞ്ഞിരുന്നേ? ബ്രഹ്മാശ്രയ സത്വരജതമോ ഗുണാത്മിക മായ അസ്തി എന്ന ആ പാഠം ഓർക്കണം. ബ്രഹ്മാശ്രയ സത്വരജതമോ ഗുണാത്മിക മായ അസ്തി എന്ന് പറഞ്ഞു.
അപ്പോൾ ഇപ്പോ ശബ്ദത്തെ എടുത്തു, മായ ശബ്ദം എന്ന ഗുണത്തെ സ്വീകരിച്ചു. അപ്പൊ ഇപ്പൊ മായയിൽ എന്തെല്ലാം ഉണ്ട്? ആകാശം എന്നൊരു സംഭവം ഉണ്ടായി. ശബ്ദത്തെ സ്വീകരിച്ച് ആകാശം എന്ന സൂക്ഷ്മം ഉണ്ടായി. ആ സൂക്ഷ്മ തത്വത്തിൽ ഇപ്പൊ എന്തെല്ലാം ഉണ്ട്? ശബ്ദവും മായയിലുള്ള സത്വരജ തമോ ഗുണങ്ങളും ഉണ്ട്. അപ്പൊ എത്ര ഉണ്ട് മൊത്തം? 1 + 3. 1 ശബ്ദം + 3 സത്വരജ തമോ ഗുണങ്ങൾ = 4. ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെയും മുത്തച്ഛന്റെ ഒക്കെ ഗുണം ഉണ്ട് ഈ കുട്ടിക്ക് എന്ന് പറയില്ല. ഒരു കൊച്ചുണ്ടാകുമ്പോൾ കുറച്ചും വലുതാകുമ്പോൾ ചിലപ്പോൾ ഒത്തിരി വലുതായി തുടങ്ങുമ്പോൾ ഇത് അച്ഛന്റെ ഗുണങ്ങളുണ്ട്. അപ്പൊ വേറെ ആൾ പറയില്ല മുത്തച്ഛന്റെ ഗുണങ്ങളും കൂടി ഉണ്ട് ഇവന്. ഈ കുഞ്ഞിന് അച്ഛന്റെയും മുത്തച്ഛന്റെയും കാണുന്നുണ്ട്. പെൺകുട്ടിയാണെങ്കിൽ മുത്തച്ഛിയുടെയും അമ്മയുടെ മുത്തച്ഛിയുടെ എല്ലാവരുടെ ഗുണങ്ങൾ ഈ കുട്ടികളിലും ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ഇവിടെ ശബ്ദം എന്നതും പിന്നെ മായയുടെ സത്വരജത്തമോ ഗുണങ്ങളും ഇവിടെ ആകാശം എന്ന ആ സൃഷ്ടിയില്, ആ സൂക്ഷ്മ സൃഷ്ടിയില് ഉണ്ടായി. അപ്പോ ആകാശമായി മാറി മായ. പരിണാമമാണ്, വേറെ ഒരു സാധനത്തിനെ സൃഷ്ടിച്ചു വെക്കുകയല്ല, പരിണാമമാണ്, മാറ്റമാണ്. മായ ആകാശമായി മാറി. ഇനി ആകാശത്തിൽ നിന്ന് എന്താണ് ഉണ്ടാവണേ എന്നാണ് അടുത്ത കാര്യം. ആകാശം തന്നെയാണ് മായ, മായ ആകാശമായി മാറി. ഇനി ആ ആകാശത്തിൽ നിന്ന് എന്തുണ്ടായി? അപ്പൊ ഇവിടെ വേദം പറയുന്നു ആകാശാത് വായുഹു. ആകാശാത് വായുഹു, ആകാശത്തിൽ നിന്ന് വായു. മായയിൽ നിന്ന് എന്നവിടെ പറയാൻ പറ്റില്ല. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്. മായ ഒരു മാറ്റം മാറി ആകാശമായി കഴിഞ്ഞു. ശബ്ദം എന്ന ഗുണത്തെ സ്വീകരിച്ച് ആകാശമായി കഴിഞ്ഞു. ഇനി മായയാണ് മാറണമെന്ന് പറയാൻ പറ്റില്ല. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന പുതിയ പേരുണ്ട് ആകാശം എന്ന്. ആ ആകാശം എന്നുള്ളതിൽ നിന്നാണ് വായു ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ ഓർക്കേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആകാശത്തിൽ നിന്ന് വായു, മായയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം പരിണാമമുണ്ടായി ആകാശമായി കഴിഞ്ഞു. അത് അതുപോലെ അതായത് മരത്തിന്റെ ഒരു ഫ്രെയിമിൽ നിന്ന് മേശ. അപ്പോ ആ ഫ്രെയിം എന്നുള്ളതാണ് ഇപ്പൊ ആകാശം. മരത്തിന് ഒരു ഫ്രെയിം ഉണ്ടായി, ഫ്രെയിമിൽ നിന്ന് മേശ ഉണ്ടായി. അതുപോലെ ഫ്രെയിം ആണ് ഇപ്പൊ ആകാശം. അപ്പൊ ഇനി എന്താ പറയണേ? ആകാശാത് വായുഹു, ആകാശത്തോട് എന്ന് എന്ത് സ്പെഷ്യൽ ക്വാളിറ്റിയെ ചേർത്തു? ആകാശാത് വായു. അപ്പൊ നേരത്തെ മായയോട് ശബ്ദത്തെ ചേർത്തപ്പോൾ ആകാശം, ഇനി ആകാശമാണുള്ളത്. ആകാശത്തിനോട് എന്ത് ചേർക്കുമ്പോൾ? വായു. ഇപ്പോ ആകാശാത് വായു എന്നാണ്. അപ്പൊ എന്തോ ഒരു ഗുണത്തെ അവിടെ ചേർത്തപ്പോഴാണ് വായു ഉണ്ടായത്. അതെന്താണ് ചേർത്തത്? ചേർത്തൊരു പരിണാമം സംഭവിച്ചു. എന്താണ് അവിടെ ചേർത്തത്? അവിടെ ചേർത്തത് സ്പർശ എന്ന ഗുണം. സ്പർശ എന്ന ഗുണത്തെ ചേർത്തു. സ്പർശനം എന്ന ഗുണത്തെ ആകാശത്തോട് ചേർത്തപ്പോൾ എന്തുണ്ടായി? വായു ഉണ്ടായി. അപ്പൊ വായുവില് ഇപ്പൊ എത്ര ഗുണമുണ്ട്? വായുവിൽ ഇപ്പൊ എത്ര ഗുണങ്ങളുണ്ട്? ആദ്യം ആകാശത്തിൽ എന്തുണ്ട്? 3+1 ഉണ്ട്. ആ 3+1 കൂടെ ഇപ്പൊ എന്ത് ചേർന്നു? ഒരു ഗുണവും കൂടെ ചേർന്നു. എന്ത് ഗുണമാ ചേർന്നത്? സ്പർശം എന്ന ഗുണം ചേർന്നു. മറ്റേത് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. സത്വരജത്തമോ ഗുണങ്ങൾ അവിടെ ഓൾറെഡി ഉണ്ട്. ആദ്യം എന്താണ് ചേർന്നിരിക്കുന്നത്? ശബ്ദം ചേർന്നു. രണ്ടാമത് ഇപ്പോ എന്താ ചേർന്നിരിക്കുന്നത്? സ്പർശം ചേർന്നിരിക്കുന്നു. അപ്പൊ ഇപ്പോൾ എത്ര എണ്ണയായി? 4+1 5 ഇനിയോ വായോ തേജഃ. വായോസ്തേജഃ, വായുവിൽ നിന്ന് തേജസ്, അതായത് അഗ്നി. തേജസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അഗ്നി ഉണ്ടായി. വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി. പരിണമിക്കുകയാണ്. ഓരോരുത്തർ പരിണമിച്ചു വരികയാണ്. അഗ്നിയായി പരിണമിക്കുന്നു. എങ്ങനെയാണ് അഗ്നിയായി പരിണമിക്കുന്നത്? വായുവിന്റെ കൂടെ രൂപവും കൂടെ വന്നപ്പോൾ അഗ്നിയായി. വായുവിന്റെ കൂടെ രൂപം എന്ന ഗുണം കൊടുത്തപ്പോൾ
അഗ്നിയായി. അപ്പൊ അഗ്നിയിൽ എത്ര ഗുണങ്ങളായി? 3 പ്ലസ് ആകാശത്തിലെ 1, പിന്നെ സ്പർശം, പിന്നെ രൂപം. അപ്പൊ 3 1 4 1 5 1 6 ഗുണം, 6ആയി മൊത്തം. അതിനകത്തുള്ള ഗുണങ്ങൾ 6. സത്വരജത്തമോ ഗുണങ്ങൾ 3, ശബ്ദം 1, സ്പർശം 1, രൂപം 1, അപ്പോ 6. ഇനിയോ അഗ്നേരാപഹ, അഗ്നിയിൽ നിന്ന് ആപഹ ജലം. അഗ്നേരാപഹ തേജസഹ ആപഹ, അഗ്നിയിൽ നിന്ന് തേജസ്സിൽ നിന്ന് ജലം. അപ്പൊ എങ്ങനെയാണ്? എന്താണ് ചേർത്തത്? അപ്പോ ഒരു ഗുണം കൂടെ ചേർക്കണമല്ലോ. എന്താണ് ചേർത്തത്? രസഹ, രസം ആണ് ചേർത്തത്. രസം എന്ന ഗുണത്തെ ചേർത്തു, രസഹ. അപ്പൊ എത്രയായി? മൊത്തം 3 പ്ലസ് ശബ്ദം പ്ലസ് സ്പർശം പ്ലസ് രൂപം പ്ലസ് രസം, അപ്പോ 7ആയി. മൊത്തം 7 ഗുണങ്ങളായി. ഇനി അധ്യ പൃഥിവി, അധ്യ എന്ന് പറഞ്ഞാൽ ആപഹയുടെ കൂടെ, ജലത്തിന്റെ കൂടെ, അധ്യ പൃഥിവി, ജലത്തിൽ നിന്ന് ഭൂമി. അപ്പൊ എന്താ ഗുണം ചേർത്തത്? ഗന്ധഹ, ഗന്ധം എന്ന ഗുണം ചേർത്തു. അപ്പൊ ഗന്ധം എന്ന ഗുണം ചേർത്തു. അപ്പൊ എത്രയായി? അങ്ങനെ ഭൂമി ഉണ്ടായി. അപ്പൊ എന്തൊക്കെയായി? എത്രയായി? ഭൂമിയിൽ എന്തൊക്കെയുണ്ടാണ് ഇപ്പോ? എത്രയുണ്ട് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ? സത്വരജത്തമോ ഗുണങ്ങൾ മായയിലുള്ളത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അതിന്റെ കൂടെ ശബ്ദം, അതിന്റെ കൂടെ സ്പർശം, അതിന്റെ കൂടെ രൂപം, അതിന്റെ കൂടെ രസം, അതിന്റെ കൂടെ ഗന്ധം. അപ്പോ 3 4 5 6 7 8, 8ആയി മൊത്തത്തിൽ. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? സത്വരജത്തമോ ഗുണം. 3 സത്വരജത്തമോ ഗുണങ്ങൾ എല്ലാത്തിലും ഉണ്ട്. ഒന്നില് ശബ്ദം, ഒന്നില് സ്പർശം, വേറൊന്നില് രൂപം, പിന്നൊന്നില് രസം, പിന്നൊന്നില് ഗന്ധം. ഇങ്ങനെ എല്ലാം കൂടെ കൂടുമ്പോ 8ആയി. ഓരോന്നിലും 3 ഓൾറെഡി ഉണ്ട്. ഇപ്പോ ആദ്യത്തെ സ്റ്റേജ്, അതായത് മായയിൽ നിന്ന് പരിണാമത്തിലൂടെ സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. ഇതാണ് സൂക്ഷ്മ പഞ്ചഭൂത സൃഷ്ടി. മായ പരിണമിച്ച് സൂക്ഷ്മ പഞ്ചഭൂതങ്ങളാകുന്നതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. മായയോടുകൂടി മായ ശബ്ദമെന്ന ഗുണത്തെ സ്വീകരിച്ചു. സത്വരജത്തമോ ഗുണങ്ങൾ ഓൾറെഡി അവിടെയുണ്ട്. അടുത്ത സ്റ്റേജില് സ്പർശം എന്ന ഗുണത്തെ സ്വീകരിച്ചു ആകാശം. അപ്പോൾ വായു ഉണ്ടായി. വായു എന്തിനെ സ്വീകരിച്ചു? വായോ തേജ, അഗ്നി ഉണ്ടായി. അപ്പോ രൂപത്തെ സ്വീകരിച്ചു. അഗ്നേരാപഹ, രസത്തെ സ്വീകരിച്ചു. പിന്നെ അഭ്യപൃഥിവി, പിന്നെ ഗന്ധത്തെ സ്വീകരിച്ചു. അപ്പൊ ഭൂമി ഉണ്ടായി. ഇങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് സൂക്ഷ്മ, ഇതെല്ലാം സൂക്ഷ്മാവസ്ഥയാണ്. ഈ പറഞ്ഞതെല്ലാം സൂക്ഷ്മമാണ്. ഇതൊന്നും സ്ഥൂലമായിട്ട് കാണുന്ന ഭൂമിയോ സ്ഥൂലമായിട്ട് കാണുന്ന അഗ്നിയോ ഇതൊന്നുമല്ല. ഇതൊക്കെ സൂക്ഷ്മഭാവങ്ങളാണ്, നമുക്ക് കാണാൻ പറ്റാത്തതാണ്. അപ്പോ ഓരോന്നായിട്ടാണ് ഉണ്ടായത്. ഇത് സ്ഥൂലത്തിന്റെ സറ്റിൽ ഫോം ആണ്. സ്ഥൂലമായിട്ട് നമ്മൾ കാണുന്നതിന്റെ സൂക്ഷ്മ രൂപമാണ്. ഓർമ്മ വേണേ, നമ്മളിപ്പോ കാണുന്ന സ്ഥൂല പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ അവസ്ഥയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇനി 19 സൂക്ഷ്മ ശരീര സൃഷ്ടിയെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി കാണാൻ പോകുന്നത് 19 സൂക്ഷ്മ ശരീര സൃഷ്ടിയെ. അപ്പോ ഈ 5 ഭൂതങ്ങളെ തനിത്തനിയായിട്ട് വെച്ച് പഠിക്കണം. അപ്പോഴേ ഈ 19 സൂക്ഷ്മ ശരീര സൃഷ്ടിയെ കാണാൻ പറ്റും. ഈ സൂക്ഷ്മ ശരീരം ആർക്കുള്ളതാ? നമുക്കൊക്കെ ഉള്ളതാ. അതിന്റെയൊക്കെ പഠിത്തമാണ് ഈ വരുന്നത്. അനലൈസ് ചെയ്ത് കീറി മുറിച്ച് പഠിക്കുക നമ്മളിപ്പോ. അപ്പോ 19 സൂക്ഷ്മ ശരീര സൃഷ്ടിയെ നമ്മൾ ഇനി കാണാൻ പോകുന്നു. 5 ഭൂതങ്ങളെ തനിയായിട്ട് വെച്ച് പഠിക്കണം. ഓരോ ഭൂതത്തിലും 3 ഗുണങ്ങളുണ്ട്.
കിടപ്പുണ്ടല്ലോ. ഇപ്പൊ സൂക്ഷ്മഭൂതങ്ങളിലെല്ലാം 3 ഗുണങ്ങളും ഉണ്ട്, പിന്നെ അവരുടേതായ പ്രത്യേക ഗുണങ്ങളും ഉണ്ട്. അപ്പോ ഇനി ആകാശത്തിലെ സത്വ രജ തമോ ഗുണങ്ങളിലെ സത്വ അംശത്തെ എടുത്ത് എന്തുണ്ടായി? രജ അംശത്തെ എടുത്ത് എന്തുണ്ടായി? തമം എന്ന തമോ ഗുണത്തെ എടുത്ത് എന്തുണ്ടായി? ഇതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം സൂക്ഷ്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മായ ശബ്ദമെന്ന ഗുണത്തെ സ്വീകരിച്ച് ആകാശമായി, സ്പർശമെന്ന എന്ന ഗുണത്തെ സ്വീകരിച്ച് വായുവായി, രൂപമെന്ന ഗുണത്തെ സ്വീകരിച്ച് അഗ്നിയായി, അഗ്നി രസമെന്ന സ്വരൂപത്തെ സ്വീകരിച്ച് ജലമായി, ജലം ഗന്ധമെന്ന ഗുണത്തെ സ്വീകരിച്ച് ഭൂമിയായി. അപ്പൊ ഇങ്ങനെ എല്ലാവരും സൂക്ഷ്മ 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 അവസ്ഥയിൽ ഇപ്പൊ നിൽപ്പുണ്ട്. ഇവരൊക്കെ സൂക്ഷ്മ അവസ്ഥയിൽ പരിണമിച്ച് സൂക്ഷ്മ അവസ്ഥയിൽ ഇരിപ്പുണ്ട്. ഇനി ഇവരിലെല്ലാം എന്തുണ്ട്? സത്വരജത്തമോ ഗുണങ്ങളുണ്ട്. ഇവർ ഈ 5 പേരിലും ഉണ്ട്. ഈ 5 പേരിലെയും സത്വംശം എടുത്ത് ഇനി എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? രജോ ഗുണം എടുത്ത് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? തമോ ഗുണം സ്വീകരിച്ച് എന്താണ് ഉണ്ടാകുന്നത്? ഇതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ പറയാണ്, ആകാശത്തിലെ സത്വ അംശത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായി. ജ്ഞാനേന്ദ്രിയങ്ങളുടെ ബേസ് എന്താണ്? സത്വഗുണമാണ്. ആകാശത്തിലെ സത്വ അംശത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായി. ഏതാകാശമാണ്? നമ്മൾ കാണുന്ന സ്ഥൂലാകാശമല്ല, സൂക്ഷ്മ ആകാശത്തിൽ നിന്ന്. പിന്നെ സൂക്ഷ്മ ആകാശത്തിലെ രജ അംശത്തിൽ നിന്ന് എന്തുണ്ടായി? പ്രാണതത്വം, പഞ്ചപ്രാണന്മാർ. സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയം, രജോ ഗുണത്തിൽ നിന്ന് പ്രാണതത്വം. ഇതെവിടത്തെയാണ് പറയണേ? ആകാശമെന്ന സൂക്ഷ്മഭൂതത്തിലെ കാര്യമാണ് ഈ പറഞ്ഞത്. പിന്നെ ആകാശത്തിലെ തമോ അംശത്തിൽ നിന്ന് സ്ഥൂലഭൂതങ്ങൾ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ കാണുന്ന സ്ഥൂലഭൂതം എന്താണ്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നുള്ള സ്ഥൂലമായിട്ട് നമ്മൾ കാണുന്ന ജലം, സ്ഥൂലമായിട്ട് കാണുന്ന നമ്മൾ ഭൂമി, സ്ഥൂലമായിട്ട് നമ്മൾ കാണുന്ന വായു, സ്ഥൂലമായിട്ട് കാണുന്ന അഗ്നി, സ്ഥൂലമായി നമ്മൾ കാണുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആകാശം. ഇവരെല്ലാം ആദ്യത്തെ സൂക്ഷ്മ ആകാശത്തിലെ തമോ അംശത്തിൽ നിന്നാണ് ഉണ്ടായത്. ഒന്നുകൂടെ പറയാം. ആകാശത്തിലെ സൂക്ഷ്മ ആകാശത്തിലെ സത്വംശത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായി. സൂക്ഷ്മ ആകാശത്തിലെ രജോ അംശത്തിൽ നിന്ന് പ്രാണതത്വം ഉണ്ടായി. സൂക്ഷ്മ ആകാശത്തിലെ തമോ അംശത്തിൽ നിന്ന് സ്ഥൂലഭൂതങ്ങൾ ഉണ്ടായി. ഇപ്പൊ നമ്മൾ കണ്ടത് സൂക്ഷ്മ അവസ്ഥയിൽ ഉള്ള പഞ്ചഭൂതങ്ങളെയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. സൂക്ഷ്മ അവസ്ഥയിലുള്ള പഞ്ചഭൂതങ്ങളെ കണ്ടു. ഈ സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിലെല്ലാം വീണ്ടും ഒന്നുകൂടെ പറയുന്നത് ഇത്രയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ റിപ്പീറ്റേഷൻ വരുന്നത് അതുകൊണ്ടാണ്. സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിലെല്ലാം തന്നെ സത്വരജത്തമോ ഗുണങ്ങൾ ഉണ്ട്. ആകാശത്തിലുള്ള സത്വഗുണത്തിൽ നിന്ന് ഒരു ഇന്ദ്രിയം ഉണ്ടാകാൻ പോകുന്നു. ആകാശത്തിലെ സത്വഗുണത്തെ എടുത്തുകൊണ്ട് സൂക്ഷ്മ ആകാശത്തിലെ, ആദ്യം പറയുമ്പോൾ അതാണ് സൂക്ഷ്മമാണ്, സൂക്ഷ്മ ആകാശത്തിലെ സത്വഗുണത്തിൽ നിന്ന് ഒരു ഇന്ദ്രിയം ഉണ്ടാകാൻ പോകുന്നു. സൂക്ഷ്മ ശരീരം 19 തത്വം. അപ്പൊ 24-ല് 5 പഞ്ചഭൂതം. അത് നമ്മൾ കണ്ടു. സൂക്ഷ്മ 5 പഞ്ചഭൂതങ്ങളെ കണ്ട് ബാക്കി 19 ഇനിയുള്ള 5 സൂക്ഷ്മ പഞ്ചഭൂതങ്ങളും സത്വഗുണങ്ങളിൽ നിന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായി. ഈ ഏതിൽ നിന്ന് ഏതിന്ദ്രിയം ഉണ്ടായി എന്നാണ് ഇനി നോക്കുന്നത്. 5 സൂക്ഷ്മ പഞ്ചഭൂതങ്ങളുടെ
സത്വഗുണങ്ങളിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്നല്ല, 5ആണ്. 5 ഗുണം, 5ന്റെ അംശങ്ങൾ ചേർന്നാണ് വരുന്നത്. അതുകൊണ്ട് അഞ്ചിൽ നിന്നും തന്നെ സത്വഗുണങ്ങളിൽ നിന്ന് 5 ഇന്ദ്രിയങ്ങൾ ഉണ്ടാവും. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കണം. സൂക്ഷ്മ ശക്തിയാണ് ഈ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത്. സൂക്ഷ്മ ശക്തിയാണ് ഈ ഇന്ദ്രിയങ്ങൾ, നമ്മൾ പുറത്തേക്ക് കാണുന്നതല്ല, സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ. ഏതേഷാം പഞ്ചതത്വാനാം മധ്യേ ആകാശസ്യ സ്വാത്വിക അംശാത് ശ്രോത്ര ഇന്ദ്രിയം സംഭൂതം ആണ് നമ്മൾ അടുത്ത് പഠിച്ച വാചകം. ഏതേഷാം പഞ്ചതത്വാനാം മധ്യേ ആകാശസ്യ സാത്വിക അംശാത് ശ്രോത്ര ഇന്ദ്രിയം സംഭൂതം. ഈ പഞ്ചസൂക്ഷ്മ ഭൂതങ്ങളിൽ ആകാശത്തിന്റെ സാത്വിക അംശത്തിൽ നിന്ന് കേൾവിശക്തി എന്ന ഇന്ദ്രിയം, കേൾവിശക്തി, ശ്രോത്രേന്ദ്രിയം, കേൾവിശക്തി എന്ന ഇന്ദ്രിയം ഉണ്ടായി. പുറത്ത് കാണുന്ന ചെവിയല്ല, അത് ഗോളകമാണ്. കേൾവിശക്തി എന്ന ഇന്ദ്രിയം ഉണ്ടായി. അത് എവിടെ നിന്നുണ്ടായി? ആകാശത്തിന്റെ സാത്വിക അംശത്തിൽ നിന്ന്. പിന്നെയോ വായോഹോ സാത്വികംശാത് ത്വഗിന്ദ്രിയം സംഭൂതം. വായുവിന്റെ, അപ്പൊ ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായല്ലോ, വായുവിന്റെ സാത്വിക അംശത്തിൽ നിന്ന് എന്തുണ്ടായി? വാഗ്വിന്ദ്രിയം ഉണ്ടായി. വായോഹോ, വായുവിന്റെ സ്വാത്വിക അംശാത് ത്വഗിന്ദ്രിയം, സോറി വാക്കല്ല, ത്വഗിന്ദ്രിയം സംഭൂതം. വായുവിന്റെ സ്വാത്വിക അംശത്തിൽ നിന്ന് സ്പർശന ശക്തി എന്ന ഇന്ദ്രിയം ഉണ്ടായി. സ്പർശന ശക്തിയാണത്. ഇത് ഓരോന്നും ശക്തിയാണ്, തൊലി ഉണ്ടായിരുന്നല്ല, സ്പർശന ശക്തി ഉണ്ടായി. അഗ്നേഹേ സാത്വിക അംശാത് ചക്ഷുരിന്ദ്രിയം സംഭൂതം. അഗ്നേഹേ സാത്വിക അംശാത് ചക്ഷുരിന്ദ്രിയം സംഭൂതം. അഗ്നിയുടെ സാത്വിക അംശത്തിൽ നിന്ന് കാഴ്ച ശക്തി ഉണ്ടായി. അഗ്നിയുടെ സാത്വിക അംശത്തിൽ നിന്ന് കാഴ്ച ശക്തി ഉണ്ടായി. ഇനിയോ ജലസ്യ സാത്വികംശാത് രസനേന്ദ്രിയം സംഭൂതം. ജലസ്യ സാത്വികംശാത് രസനേന്ദ്രിയം സംഭൂതം. ജലത്തിന്റെ സാത്വിക അംശത്തിൽ നിന്ന് സ്വാദറിയാനുള്ള ശക്തി ഉണ്ടായി. അങ്ങനെ ഒരു ഇന്ദ്രിയം ഉണ്ടായി, സ്വാദറിയാനുള്ള ഇന്ദ്രിയം ഉണ്ടായി. ഇനിയോ പൃഥിവ്യാഹ സാത്വിക അംശാത് ഘ്രാണേന്ദ്രിയം സംഭൂതം. ഇതൊക്കെ സൂക്ഷ്മമാണ്. സൂക്ഷ്മത്തിൽ നിന്നുണ്ടാവുന്ന സൂക്ഷ്മം തന്നെയാണ് ഈ പറയുന്നത്. അപ്പോ പൃഥിവ്യാഹ സൂക്ഷ്മമായ പൃഥിവിയിൽ നിന്ന്, പൃഥിവി തത്വത്തിൽ നിന്ന് സാത്വിക അംശാത്, അതിന്റെ സാത്വിക അംശത്തിൽ നിന്ന് ഘ്രാണേന്ദ്രിയം സംഭൂതം, അതായത് ഗന്ധമറിയാനുള്ള ശക്തി ഉണ്ടായി. അങ്ങനെ ഒരു ഇന്ദ്രിയം ഉണ്ടായി. ഇങ്ങനെ 5 സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായി. 5 സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായി. അപ്പൊ ആദ്യം ആകാശം, അവിടെ നിന്ന് അങ്ങനെ അതാണ് മാറി 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 വരുന്നത്. ആകാശം ഒന്ന് വേറെ അതല്ല, ഓരോന്നും പരിണമിച്ച് വരുമ്പോ അതിന്റെ അംശവും കൂടെ കലർന്നുകൊണ്ടാണ് വരുന്നത്. ഇനി സൂക്ഷ്മ ശരീരമായ 5 സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായി, വേറെ വേറെ ആയിട്ടുണ്ടായി. ഇനി സൂക്ഷ്മ ശരീരമായ മനസ്സ്, സൂക്ഷ്മ ശരീരമായ മനസ്സ് എങ്ങനെ ഉണ്ടായി എന്നാണ് 5 സൂക്ഷ്മ പഞ്ചഭൂതങ്ങളുടെയും ചേർച്ചയിൽ കൂടിയാണ് ആ മനസ്സുണ്ടാകുന്നത് എന്ന് ഇനി നമുക്ക് കാണാം. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാം കൂടെ അയാൾ കൺഫ്യൂഷൻ ആവും. ഇന്നത്തെ ഭാഗം നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ആരാണെന്നാണ് ഇനി മനസ്സിലാക്കാൻ പോണേ. ഈ ശരീരം എന്താണ്, നമ്മൾ എന്താണ്, ആത്മാ എന്താണ്, ഇതിലേക്ക് പോവാണ്. ഇപ്പൊ കാണുന്നതൊക്കെ എന്താണ്, എവിടുന്നുണ്ടായി, ഞാൻ എവിടുന്നുണ്ടായി, എന്റെ ശരീരം എവിടുന്നുണ്ടായി, ഇതിങ്ങനെ തുടർച്ച പ്രോസല്ലേ, എത്രയോ കോടിക്കണക്കിന് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതെന്താണെന്ന് അറിയണ്ടേ? അതാണ് ഇവിടെ ഭംഗിയായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ തത്വബോധത്തെ കൂടി പറഞ്ഞു തരുന്നേ. ബ്രഹ്മം
ബ്രഹ്മത്തെ ചേർന്നിരിക്കുന്ന മായ, മായയുടെ പരിണാമം, അറിവുണ്ടല്ലോ, മായയ്ക്കകത്ത് അറിവുണ്ട്. ആ പരിണാമം ഉണ്ടാകുന്നു. പരിണാമം ഉണ്ടാകുമ്പോൾ മായയിൽ ഓൾറെഡി സത്വരജ തമോ ഗുണങ്ങളുണ്ട്. അപ്പൊ മായ ഒരു പുതിയ വസ്തു ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചേർക്കണം, അല്ലെങ്കിൽ പുതിയത് ഉണ്ടാവില്ല. റോ മെറ്റീരിയൽ മാത്രമായിട്ടിരുന്ന പറ്റില്ല, ഒരു പുതിയ സംഭവം ചേർക്കണം. ആ ചേർക്കുന്നതാണ് ശബ്ദം. ശബ്ദത്തെ ചേർക്കുമ്പോൾ അതെവിടെയുണ്ട്? അതവിടെ തന്നെ ഉണ്ട്, ഈശ്വരനിൽ തന്നെ ഉണ്ട് ഇതെല്ലാം. അപ്പൊ ആ ശബ്ദത്തെ മായ ചേർക്കുമ്പോൾ മായ ആരായിട്ട് മാറുന്നു? ശബ്ദം എന്ന ഗുണത്തെ, ഈശ്വരനിൽ ഉണ്ട് എല്ലാ ഗുണങ്ങളും, ആ ബ്രഹ്മത്തിലുള്ള എല്ലാ ഗുണങ്ങളിൽ നിന്നും ശബ്ദം എന്ന ഗുണത്തെ സ്വീകരിച്ച് ആകാശമായി മാറുന്നു മായ. പിന്നെ അവിടെ നിന്ന് സ്പർശം എന്ന ഗുണത്തെ സ്വീകരിച്ച് വായുവാകുന്നു, രൂപം എന്ന ഗുണത്തെ സ്വീകരിച്ച് അഗ്നിയാകുന്നു, രസം എന്ന ഗുണത്തെ സ്വീകരിച്ച് ജലമാകുന്നു, ഗന്ധം എന്ന ഗുണത്തെ സ്വീകരിച്ച് ഭൂമിയാകുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ ആ ഓരോ ആകാശം എന്നത് സത്വരജത്തെ ഉപയോഗിച്ച് ശ്രോത്രേന്ദ്രിയം ഉണ്ടാകുന്നു. വായു സാത്വികാംശത്തെ സ്വീകരിച്ച് ത്വഗിന്ദ്രിയം ഉണ്ടാകുന്നു. അഗ്നി സാത്വികാംശത്തായ അഗ്നിയുടെ സാത്വികാംശത്തെ എടുക്കുമ്പോൾ അതിനെന്ത് വരുന്നു? ചക്ഷുരിന്ദ്രിയം ഉണ്ടാകുന്നു. ജലം മായയ്ക്കകത്തുള്ള ആ സാത്വികാംശത്തെ ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? രസനേന്ദ്രിയം ഉണ്ടാകുന്നു. പൃഥ്വി അവിടെയുള്ള 3 ഗുണങ്ങളിൽ സാത്വികമായിട്ടുള്ളതിനെ സ്വീകരിക്കുമ്പോൾ ഘ്രാണേന്ദ്രിയം ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെ 5 സൂക്ഷ്മ ഇന്ദ്രിയങ്ങളും 5 സൂക്ഷ്മഭൂതങ്ങളും ഉണ്ടായത് നമ്മളിപ്പോ പഠിച്ചു. 5 സൂക്ഷ്മഭൂതങ്ങളിൽ നിന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ സൂക്ഷ്മമായിട്ടുണ്ടായി എന്ന് നമ്മൾ കണ്ടു. ഇനി സൂക്ഷ്മ ശരീരമായ മനസ്സ് എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് 5 സൂക്ഷ്മ പഞ്ചഭൂതങ്ങളുടെയും ചേർച്ചയിൽ കൂടിയാണ് എന്ന് ഇപ്പൊ നമുക്ക് തൽക്കാലം മനസ്സിലാക്കിയിരിക്കാം. അടുത്ത ദിവസം നമുക്കത് വിശദമായിട്ട് നോക്കാം. എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കാരം. കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം സാർ. സായിരാം സാർ, ഭയങ്കര you have to concentrate too much. This is really നല്ല കഠിനമായ ഒരു തത്വമാണ് പഠിക്കുന്നത്. അതെ.